നമുക്കൊരു കാര്യം സക്സസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു ഹാർമോണിയസ് ആയിട്ട് ചിന്തകളും ശരീരവും നമ്മുടെ എനർജിയും നമ്മുടെ റിസോഴ്സുകളും ഇതെല്ലാം ഒരേ തരത്തിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അതൊരു വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നു ഓക്കെ വർക്കൗട്ട് ചെയ്യൂ, പക്ഷെ നമ്മുടെ ശരീരം പറയുന്നു അല്പസമയം കൂടെ കിടന്നുറങ്ങും. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്, അതൊരു മിസ്അലൈൻമെൻ്റ് ആണ്. പിന്നെ ആ കോൺഫ്ലിക്റ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയമെടുക്കും. അവിടെ ഒരു ഡിസാർമണി അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അത് തമ്മിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കാതെ വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കും നമ്മൾ തീരുമാനമെടുക്കും. ശരാശരി ഒരു ആവറേജ് ഹ്യൂമൺ ഒരു ദിവസം എത്രത്തോളം ചിന്തകൾ നടത്തുന്നുണ്ട് എന്ന് അറിയാമോ? ഏകദേശം അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് ഏകദേശം 65,000 മുതൽ 70,000 വരെയുള്ള ചിന്തകൾ ഒരാളുടെ തലച്ചോറിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ ചിന്തകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ 90% ചിന്തകളും നമ്മൾ ഇന്നലെ ചിന്തിച്ച ചിന്തകൾ തന്നെയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾക്ക് വരുന്ന ചിന്തകൾ ഏകദേശം സെയിം തന്നെയാണ് എങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഫ്യൂച്ചർ ഇതേപോലെ തന്നെയായിരിക്കും. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരില്ല. നമ്മുടെ ചിന്തകളാണ് നമ്മളൊരു തീരുമാനം എടുപ്പിക്കുന്നത്. 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ബ്രെയിൻ ഇൻ ആക്ഷനാണ്. അതായത് നമ്മുടെ തലച്ചോറിൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നമ്മളത് ചിന്തകളായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറൽ പാതകൾ, ആ ന്യൂറൽ പാതകളുടെ ശൃംഖലകൾ, അതായത് ഓരോ ആളുകൾക്കും ഓരോ തലത്തിലുള്ള ശൃംഖലകളാണ്, ഓരോ തരത്തിലുള്ള പാറ്റേണുകളാണുള്ളത്. അപ്പോൾ ഈ പാറ്റേണുകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഈ അതിശക്തമായ പാറ്റേണിലൂടെ കടന്നു വന്നിട്ടുള്ള അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതിഫലനമാണ് നമ്മൾ മനസ്സായിട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ചിന്തകളായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് ചിലർ ഉന്നത തലത്തിൽ നിൽക്കുന്നു, ചിലർക്ക് വളരെ മോശം സാമ്പത്തികമായിട്ട് ആയിരിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ചിലർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ ചിലരുടെ ബന്ധങ്ങൾ വളരെ ചെറിയ കാലത്ത് മാത്രം നിലനിൽക്കുന്ന ബന്ധങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തർക്കും വ്യത്യസ്തമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ന്യൂറൽ പാതകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂറൽ പാതകൾ ഫോം ചെയ്യുന്നത് നമ്മൾ ജനിക്കുന്ന കാലം മുതൽ വളർന്നു വന്ന നമ്മളുടെ സാഹചര്യങ്ങളുടെ, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ അതിനെ ആശ്രയിച്ചാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു തലത്തിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് നമ്മൾ ഇത്രയും കാലവും നമ്മുടെ ന്യൂറൽ പാതകൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളതും, റിലേഷൻഷിപ്പ് എത്രത്തോളം നല്ലതാണ് എന്നുള്ളതും, നമ്മുടെ ബിസിനസ് എത്രത്തോളം നല്ലതാണ് എന്നുള്ളതും ഒക്കെ, നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും ഒക്കെ അതിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് വരെ ശാസ്ത്രലോകം ചിന്തിച്ചിരുന്നത് നമുക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ച അവിടെ നിന്നു എന്നുള്ളതാണ്. അതായത് ഒരാൾക്കൊരു ക്യാരക്ടർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൽ തന്നെയാണ് നിലനിൽക്കാനാണ് സാധ്യത കൂടുതൽ എന്നാണ് അന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് ഇതിലൊരുപാട് പഠനങ്ങൾ നടക്കുന്നത് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ തലച്ചോറിനെ നമുക്ക് മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ന്യൂറൽ പാതകളെ റീറൈറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ മാറ്റി എഴുതാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗുഡ് ന്യൂസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ മാറ്റിയെഴുത്ത് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ, അതായത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ തൽക്കാലത്തേക്ക് നമുക്ക് ഓക്കെ നിനക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അപ്പോൾ ചെയ്യും, പക്ഷേ അത് നിലനിൽക്കില്ല. പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ വളരെ സ്ഥിരമായ രീതിയിൽ ഉള്ള പാറ്റേണുകൾ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഒരു സ്വഭാവമായി മാറും. അത് നമ്മുടെ സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ അത് പതുക്കെ നമ്മുടെ ക്യാരക്ടറിനൊരു ഭാഗമായി മാറുകയും പിന്നെ അതായിരിക്കും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതും നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് യെസ്, നമുക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ നിരന്തരമായ പരിശീലനത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറിൻ്റെ ന്യൂറൽ പാതകളെ നമുക്ക് മാറ്റി എഴുതാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ മാറ്റത്തിൻ്റെ തുടക്കം എവിടെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു ആവറേജ് ഹ്യൂമൺ ഒരു ദിവസം എത്ര തീരുമാനങ്ങൾ, ചെറുതും വലുതുമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹം ഉണ്ടെങ്കിൽ ഈ ചാറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് ക്വിക്കായിട്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഊഹം എത്രയാണെന്നുള്ളത്, ഏകദേശം എത്ര തീരുമാനങ്ങൾ നിങ്ങൾ ഒരു ദിവസം എടുക്കുന്നുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യൂ. പഠനങ്ങൾ പറയുന്നത് ശരാശരി 35,000 തീരുമാനങ്ങൾ ഒരു ഹ്യൂമൺ ഒരു ദിവസം എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 35,000 തീരുമാനങ്ങളെന്ന് പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള പല തീരുമാനങ്ങളാണ്. അതായത് നമ്മൾ അതിനകത്തുനിന്ന് ആ ഡിസിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ
ചെറിയ തീരുമാനങ്ങൾ മുതൽ വലിയ തീരുമാനങ്ങൾ വരെ. ഇപ്പോൾ നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം മുതലായിട്ട് നമ്മുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ വരെ ചിലപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടാവും ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 35,000 തീരുമാനങ്ങൾ എന്ന് പറയുന്ന ഈ തീരുമാനങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മൾ അടുത്ത ദിവസത്തെ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ തരുന്നത്. ഇപ്പോൾ എടുക്കുന്ന ഒരു ചെറിയ തീരുമാനമാണ് നമ്മളെ വലിയ ഒരു മാറ്റത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ പരിശീലിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. കോൺഷ്യസ് ആയിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, അൺകോൺഷ്യസ് ആയിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ബോധപൂർവ്വം നമ്മൾ രാവിലെ 6 ഇറങ്ങുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഓക്കെ പതിവായിട്ട് ഞാൻ പോകുന്നത് ഇന്ന വഴിയിലൂടെയാണ്, ഓക്കെ ഇന്നത്തെ ദിവസം അവിടെ ട്രാഫിക് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ബോധപൂർവ്വം ഇന്ന് കുറച്ച് ഡൈവേർട്ട് ചെയ്ത് പോകാൻ ഞാൻ തീരുമാനിക്കുന്നു. അതൊരു തീരുമാനമാണ്, നമുക്ക് ഇങ്ങനെ പോകാൻ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് മനസ്സിലാവും, ഓക്കെ എന്തായാലും ഞാൻ ആ പതിവ് വഴി പോകാതിരുന്നത് നന്നായി, കാരണം അവിടെ തിരക്കുള്ളതാണ്, അതുകൊണ്ട് ഞാൻ മറ്റൊരു വഴിയിലൂടെ കടന്നുപോയി എന്ന് നമ്മൾ പറയും. ഭക്ഷണത്തിൻ്റെ കാര്യം, നമ്മളെല്ലാ ദിവസവും വളരെ ഫാസ്റ്റ് ഫുഡ്, വളരെ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ ഇന്ന് ഞാൻ ഒരു ഹെൽത്തി ഫുഡ് കഴിക്കാം. നമ്മളിന്ന് ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യുന്ന ചിലപ്പോൾ ഒരു ഹെൽത്തി ഫുഡായിരിക്കും. അതൊരു തീരുമാനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കുറച്ച് ഫണ്ട് കിട്ടി. അപ്പോൾ ഫണ്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത്രയും ഫണ്ട് ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഞാൻ കരുതാം. ഇന്ന് ഞാൻ സാധാരണ ഈ പൈസയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് വാങ്ങിക്കാനായിരിക്കും ഞാൻ ചിലവാക്കുക, ഞാൻ ഇതിന് പകരം ഇങ്ങനെ. ഇതൊക്കെ നമ്മുടെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള പല തരത്തിലുള്ള ഡിസിഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ജിമ്മിൽ പോകാൻ തീരുമാനിക്കണം. അതായത് നമ്മളിങ്ങനെ പോവുകയാണ്, അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ തീരുമാനിക്കുന്നത് വണ്ടി ജിമ്മിലേക്ക് വിടണോ അതോ പബ്ബിലേക്ക് വിടണോ. ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ള തീരുമാനങ്ങളാണ്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ജിമ്മിലേക്കായിരിക്കും, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പബ്ബിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വളരെ ബോധപൂർവമുള്ള തീരുമാനങ്ങളുണ്ട്, ചിലത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. നമുക്കറിയില്ല, ചിലപ്പോൾ നമ്മൾ രാവിലെ പതിവ് പോലെ നമ്മുടെ ഒരു റൂട്ടീനായിട്ടുള്ള പല ഡിസിഷൻ നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാർ ഓടിക്കുമ്പോൾ നമ്മൾ എത്ര തവണ ഗിയർ മാറാനൊരു തീരുമാനം എടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മയില്ല. കാരണം നമ്മൾ എപ്പോഴെങ്കിലും പോകുന്ന വഴിക്ക് നമ്മൾ പല സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ആ ഗിയർ മാറിയിട്ടുണ്ടാവാം. ബോധപൂർവമുള്ള തീരുമാനങ്ങളുണ്ട്, നമ്മുടെ അബോധപൂർവം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന തീരുമാനങ്ങൾ. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അല്ലെങ്കിൽ ആ തീരുമാനങ്ങളിൽ നിന്നൊരു ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കാനുള്ള ചില കഴിവുകളാണ് നമ്മളിതിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇനി അതേപോലെ തന്നെ തീരുമാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ തീരുമാനങ്ങളെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു വസ്ത്രം വാങ്ങാൻ തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊരു വസ്ത്രം വാങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പലരുടെയും മുഖം ഓർമ്മ വരും. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫ് ഈ വസ്ത്രമായിട്ട് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നതായിരിക്കും ആളുടെ കമൻറ്റ്, നിങ്ങളുടെ പിതാവിൻ്റെ കമൻറ്റ് എന്തായിരിക്കും, നിങ്ങളുടെ കുട്ടികളുടെ കമൻറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള ഒരു കൊളീഗിൻ്റെ കമൻറ്റ് എന്തായിരിക്കും. അപ്പം ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ആ ഡ്രസ്സ് എടുക്കുന്നത് അവരുടെ കമൻറ്റ് എന്തായിരിക്കും, അപ്പോൾ അവരിൽ നിന്ന് ചിലപ്പോൾ ഒരു നല്ല കമൻറ്റ് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തീരുമാനിക്കും, ഓക്കെ ഇനി ഞാൻ ആരുടെയും ഒരു കമൻറ്റും കേട്ടിട്ടല്ല, എനിക്കിഷ്ടമുള്ള രീതിയിലുള്ള വസ്ത്രം എടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. അപ്പം ചിലപ്പോൾ നമ്മൾ വളരെ ഫങ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സ് കണ്ടു, തീർച്ചയായിട്ടും ഇത് ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ആളുകൾ നമ്മൾ കളിയാക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ്, ഓക്കെ ഞാൻ ആരുടെയും ഇൻഫ്ലുവൻസിൽ ഞാൻ എടുക്കുന്നില്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഈ ഡ്രസ്സ് ഞാൻ എടുക്കാൻ ഞാനത് തീരുമാനിക്കുന്നു. അപ്പോൾ അതൊരു തീരുമാനമാണ്. ഇനി അതുപോലെ നമ്മളൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് എടുക്കാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്തായിരിക്കും ചിന്തിക്കുക എന്ന ഒരു തോട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതേപോലെ ഒരുപാട് ചുറ്റുപാടും നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള റിയാക്ഷൻ എന്തായിരിക്കാം, എൻ്റെ റിലീജിയസ് ആസ്പെക്റ്റിൽ മറ്റുള്ളവരെന്തായിരിക്കും എന്നെ കാണുന്നത്. അപ്പോൾ നമ്മുടെ തീരുമാനം, ഓക്കെ നമ്മൾ അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ്, ഓക്കെ എൻ്റെ വിവാഹം ഞാൻ മതപരമായ ചടങ്ങുകളൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഒരു സാധാരണ ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കും, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരെങ്ങനെയായിരിക്കും എന്നെ കാണുക, എൻ്റെ കമ്മ്യൂണിറ്റി എങ്ങനെയായിരിക്കും എന്നെ കാണുക. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ തീരുമാനങ്ങളെ എൻ്റെ കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ പതുക്കെ ഒന്ന് മാറാനായിട്ട് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ വിവാഹം ഒരു ട്രഡീഷണൽ മതപരമായ ചടങ്ങിലേക്ക് ഞാൻ മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 100,000 കാര്യങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങൾ നമ്മളറിയാതെ തന്നെ മറ്റ് പലരുടെയും ഇൻഫ്ലുവൻസ്
നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുന്ന കാര്യമായിക്കോട്ടെ, നമ്മുടെ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യമായിക്കോട്ടെ, നമ്മളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെ നൂറായിരം കാര്യങ്ങളിൽ നമ്മൾ ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മളെ പിക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്നത് പോലെ പത്രവാർത്ത ചിലപ്പോൾ സ്വാധീനിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരുപാട് തീരുമാനങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡെലിബറേറ്റായിട്ട് നമ്മളുടെ ഗോളിന് വേണ്ടിയിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കണം എന്നുള്ളതിനും നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്റ്റേണലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ചില ഇൻഫ്ലുവൻസുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്.